രേഷ്മ 2026 ഫെബ്രുവരിയിൽ തുടങ്ങിയ യുദ്ധമാണ് ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം. അതിപ്പോഴും ഒന്ന് ശമിച്ചു എന്നൊക്കെ കരുതിയിരിക്കുന്ന സമയത്താണ് വീണ്ടും ആക്രമണങ്ങൾ പുനരാരംഭിക്കുന്നു. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അമേരിക്കയുടെ ഏറ്റവും വലിയ $30 മില്യൺ വില വരുന്ന ഒരു MQ-9 റീപ്പർ ഡ്രോൺ എന്ന് പറയുന്ന അത്യാധുനികമായ ഡ്രോൺ ഇറാൻ തകർത്തിടുന്നു. അപ്പോൾ അങ്ങനെ ഇറാൻ വലിയ രീതിയിൽ തിരിച്ചടി നൽകുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ്. അതിനൊപ്പം തന്നെ ഈ ഒരു കുറച്ച് കാലയളവ് കൊണ്ട് ഫെബ്രുവരി മുതൽ നമ്മൾ ഈ പറയുന്ന ജൂൺ വരെയുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇറാനും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ നമ്മളെല്ലാവരും കരുതിയത്, ഒരുപക്ഷെ അമേരിക്ക ഏറ്റവും അധികമായിട്ട് കരുതിയത്, ഇറാൻ ഈ ഒരു തിരിച്ചടി വളരെ പെട്ടെന്ന് തന്നെ ഇറാനെ തളർത്തിക്കളയും, അല്ലെങ്കിൽ ഇറാന് തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നാണ്. തുടക്കത്തിൽ തന്നെ അമേരിക്കയുടെ അത്തരം കണക്കുകൂട്ടലുകളെ മുഴുവൻ തെറ്റിച്ചുകൊണ്ടാണ് 4 ദിവസം എന്നുകൊണ്ട് അവസാനിക്കും, അല്ലെങ്കിൽ 4 ആഴ്ച കൊണ്ട് അവസാനിക്കുമെന്ന് നീട്ടി പറഞ്ഞ യുദ്ധമാണ് ഇത്രയും ദിവസമായിട്ടും ഇറാൻ കീഴടങ്ങാതെ ഇപ്പോഴും വലിയ രീതിയിൽ തിരിച്ചടി അമേരിക്കയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ തിരിച്ചടി നൽകുന്നു എന്നത് മാത്രമല്ല, ഈ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാൻ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ അത് വളരെ നല്ല രീതിയിൽ തിരുത്തുന്നു, അല്ലെങ്കിൽ അതിന് എന്തൊക്കെയാണോ കേടുപാടുകൾ സംഭവിച്ചത് അതിനെയെല്ലാം തിരുത്തി മുന്നോട്ട് വരുന്നു എന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഭൂഗർഭ മിസൈലുകളിലേക്കുള്ള പാതകൾ, അല്ലെങ്കിൽ തകർന്ന റോഡുകൾ, അല്ലെങ്കിൽ മറ്റ് മിസൈൽ കേന്ദ്രങ്ങളിലേക്കുള്ള സംഭവിച്ച തകരാറുകളെല്ലാം റിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെല്ലാം കൃത്യമായ രീതിയിൽ വേണ്ട രീതിയിൽ അത് നോക്കിക്കണ്ട് അതിന് വീണ്ടും പുനരാരംഭിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അത്രയും ഫാസ്റ്റാണ് ഇറാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ? വിദ്യ പറഞ്ഞതുപോലെ തന്നെ നിർണായക നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത്. മാത്രമല്ല, അവരുടെ തകർന്നുപോയ കവാടങ്ങൾ പുതുക്കി പണിയുന്നത് വളരെ എളുപ്പത്തിലാണ്. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയിട്ട് വിദ്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ആഴ്ചയായിരുന്നു ട്രംപ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ 3 മാസത്തോളം ആയിരിക്കുകയാണ്. അപ്പോൾ ഈ 3 മാസത്തിനുള്ളിൽ മിക്ക ദിവസങ്ങളിലും വെടിനിർത്തൽ ചർച്ചകളായിരുന്നു. അതായത് വെടിനിർത്തൽ രംഗത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു ചർച്ചകൾ നടത്തുന്ന ശ്രമത്തിലായിരുന്നു ട്രംപ് എങ്കിൽ ഇറാന്റെ കാര്യം അങ്ങനെയല്ല. ഇറാൻ ഈ സമയങ്ങളെല്ലാം എങ്ങനെ അതിനെ തിട്ടപ്പെടുത്തിയെടുക്കാം എന്ന കണക്കുകൂട്ടലായിരുന്നു. കാരണം അവരുടെ തകർന്ന ഈ പറയുന്ന കവാടങ്ങൾ, സൈനിക കേന്ദ്രങ്ങളിലെ കവാടങ്ങൾ പുതുക്കി പണിയുക, ആയുധശേഖരം വർദ്ധിപ്പിക്കുക എന്നുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു. കാരണം ഒരു കാലത്തും ഒരു രാജ്യത്തിനു മുന്നും അടിയറവ് പറയില്ല എന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അമേരിക്ക അല്ല, മറ്റേത് രാജ്യമായിട്ട് യുദ്ധത്തിന് തയ്യാറെടുത്താലും അവർക്ക് മുന്നിൽ വഴങ്ങില്ല എന്നത് ഇറാന്റെ വലിയ ഒരു കാര്യമായിട്ട് ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. ഇറാൻ ഇപ്പോഴും ഈ ഒരു യുദ്ധം നടത്തുന്നത് എന്താണ്? അവരുടെ മേലിലുള്ള സമ്മർദ്ദങ്ങൾ മാറ്റുക, അവരുടെ പണം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു സുരക്ഷിതമായിട്ട് പരമാധികാരത്തിന്മേൽ കടന്നു കയറുന്ന ശക്തികളെ തച്ചുടയ്ക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. അതായത് അവരുടെ പരമാധികാരത്തിന്മേൽ ആർക്കും അവിടെ വരാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ അമേരിക്ക ആയിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൽ അമേരിക്ക പലപ്പോഴും പാളിപ്പോയിട്ടുണ്ട്. കാരണം അമേരിക്ക ഇസ്രായേലിന്റെ വാക്ക് കേട്ട് അവിടെ പോയി വലിയ നഷ്ടമുണ്ടാക്കി. ചില സമ്മർദ്ദങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പലരും അവിടുന്ന് ഇവിടുന്നും ഒക്കെ പറയുന്നത് കേട്ടിട്ട് ട്രംപിന്റെ കിളി പോയിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് എന്നും പറയുന്നത് എന്നും പിന്നീട് ട്രംപിന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വണ്ണം കാര്യങ്ങൾ പോയി. കാരണം ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാം, നമുക്ക് ഈ അടുത്ത് തന്നെ ട്രംപ് പറഞ്ഞിരുന്നു, വെടിനിർത്തൽ കരാറിൽ ഞാൻ നിമിഷങ്ങൾക്കുള്ളിൽ ഒപ്പുവെക്കും, ഈ യുദ്ധം ഞങ്ങൾ വിജയിച്ചു, ഇറാൻ എല്ലാം സമ്മതിച്ചു എന്ന് ലോകത്തിന് മുന്നിൽ ഏറ്റവും വലിയൊരു കള്ളത്തരം പറഞ്ഞ സമയത്തായിരുന്നു ഇറാൻ പറഞ്ഞത്, ഞങ്ങൾ ഇതിൽ ഒരിക്കലും ഒപ്പുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അവരുടെ അവകാശങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുന്നില്ല. ഇവിടെ ട്രംപിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്, ട്രംപ് പറയുന്നത് ഇറാൻ അനുസരിക്കണം, അവിടെ ട്രംപ് പറയുന്ന കാര്യങ്ങളെല്ലാം നിലകൊണ്ട് വേണം ഇറാൻ മുന്നോട്ട് പോകാനെന്ന. അത് ഒരു രാജ്യത്തിനും സാധിക്കില്ല എന്നതാണ് മറ്റൊരു സത്യം. അപ്പം വെനസ്വല പോലെ അനുസരിക്കാൻ അത്ര തയ്യാറെടുപ്പൊന്നും ഇറാൻ നടത്തിയിട്ടില്ല. ഇറാൻ എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ ജയിച്ച് ആർക്കും മുന്നിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അടിയറവ് പറയാതെ പോകണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഇതുവരെ നോക്കുകയാണെങ്കിൽ ഇറാൻ യുദ്ധത്തിന് വേണ്ടി മാത്രം ഒരുങ്ങുകയായിരുന്നില്ല. അവരുടെ സൈബർ നോക്കിക്കുക, അവരുടെ സൈബർ ഇടങ്ങൾ ആർക്കും തന്നെ കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ അവർ നടത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഉള്ളിൽ കയറുന്നു, ട്രംപിനെ വകവരുത്താൻ നോക്കുന്നു, ട്രംപിന്റെ മകന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയുന്നില്ല, മകൾ ഇവാങ്കയെ പിന്തുടരുന്നു. ഇത്തരം നീക്കങ്ങളൊക്കെ മറുവശത്ത് നടക്കുമ്പോഴും ഈ യുദ്ധം മാത്രമല്ലാതെ പല കാര്യങ്ങളും ഇറാന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, അവിടുത്തെ ചെറുപ്പക്കാര്
ഒന്നടങ്കം ഞങ്ങൾ സൈനികരാകാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞു വരുന്നു. അവിടുത്തെ ഒരു വിവാഹ വാർഷികത്തിൽ അവർ ആ സാധാരണ ഒരു വിവാഹം നടക്കുമ്പോൾ നമ്മൾ അവിടെ ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് അവിടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും ചിലപ്പം ഈ കൊട്ടും പാട്ടും മേളമൊക്കെ ആയിട്ട് റോഡിലൂടെയൊക്കെ നടക്കുന്നതൊക്കെ കാണാം. എന്നാലും പലയിടത്തും വീടുകളിൽ തന്നെ ആയിരിക്കാം ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇറാന്റെ തെരുവുകളിൽ അങ്ങനെയല്ല. ഒരു വീടിനുള്ളിൽ ഒതുങ്ങി പോകുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നില്ല. പകരം അവര് ഒരു ജീപ്പിനുള്ളിൽ വധുവും വരനും വരുന്നു, അവരുടെ കയ്യിൽ ഗണ്ണിരിക്കുന്നു. അപ്പം അതിനർത്ഥം എന്ന് പറയുന്നത് ആ വിവാഹം കഴിക്കുന്നതിനെക്കാട്ടി ഉൾപ്പെടെ ഈ പറയുന്ന അമേരിക്ക അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നു കയറാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നടങ്കം അതിനെ പ്രതികരിക്കും എന്നതിന്റെ വലിയൊരു സൂചനയാണ്. നോക്കിക്കേ, വിവാഹം കഴിഞ്ഞു വരുന്നവർ ഗണ്ണുമായിട്ട് വരുന്നു, ഗണ്ണ് ഉയർത്തിപ്പിടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനത്തിന് വലിയ രീതിയിലുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് തങ്ങളുടെ മണ്ണ്. പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അമേരിക്കയിൽ ഒരുപക്ഷെ നിർബന്ധിതമായിട്ട് സൈന്യത്തിലേക്ക് ചേരണം എന്നൊരു രീതിയാണ്. പക്ഷേ നേരെ മറിച്ച് ഇറാനിൽ അങ്ങനെയല്ല. ഇറാനിൽ ഓരോ പൗരനും അവിടുത്തെ സൈനികൻ തന്നെയാണ്. അവരുടെ നാടിനു വേണ്ടി ജീവൻ കൊടുക്കാൻ, അതായത് ഒരു പിടിച്ചടക്കലിന്റെ ഭാഗമായിട്ടല്ല, നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഇറാൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നട്ടെല്ലാം നിവർത്തി ജീവിക്കുക ഏതൊരു രാജ്യത്തിന്റെ. അവിടുത്തെ ജനങ്ങൾ അതിനോടൊപ്പം എങ്ങനെ നിൽക്കാതിരിക്കും? കാരണം അവർക്ക് വേണ്ടിയാണല്ലോ നേതാക്കന്മാര് ചെന്ന് നെഞ്ചു വിരിച്ച് ഈ യുദ്ധം നടക്കുന്നത്. ഒരു സ്ഥലത്തും കാണാത്തൊരു കാര്യമാണ്. നേതാവ് ഇറങ്ങി വന്ന്, പരമോന്നത നേതാവാണ് ഇറങ്ങി വന്ന് യുദ്ധഭൂമിയിലേക്ക് സ്വയം മൃത്യു വരിച്ചത്. അപ്പോൾ അത് കണ്ട് ശീലിച്ച ജനങ്ങളാണ്. അപ്പൊ ഒരിക്കലും അവർക്ക് അവരുടേതായ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുക എന്നുള്ളത് അസാധ്യമാണ്. രാജ്യത്തിനുള്ളിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ കാണുമായിരിക്കാം. ചിലപ്പോൾ അവിടെ എന്തിനാ പറയുക, നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ആർത്തവ പ്രശ്നമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പൊ കോക്രോച്ച് പാർട്ടിയെ പറ്റിയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. അങ്ങനെ പല പ്രശ്നം, അതൊക്കെ ചെറുതാണെങ്കിലും അതിലും ഭീകരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിനും ലഘൂകരിച്ച് കൊണ്ടുപോകാൻ ഒരു പരമോന്നത നേതാവിന് എങ്ങനെ സാധിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ആ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റുക. പക്ഷേ അമേരിക്കയിൽ ഇപ്പോൾ ഉള്ളത് ഒരു ഭരണാധികാരിക്കെതിരെയുള്ള പ്രശ്നമാണ്. അപ്പോൾ അത് വലിയ വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ നടക്കുമ്പോഴാണ് ഇറാനിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ അമേരിക്കയുടെ തുടക്കം തുടങ്ങി, നമ്മൾ ആദ്യം സംസാരിച്ചതുപോലെ തുടക്കം തുടങ്ങി അമേരിക്കയ്ക്ക് തെറ്റിയത് അവിടെയാണ്. ഇറാൻ എന്ന രാജ്യത്തെ വളരെയധികം വില കുറച്ചാണ്, അല്ലെങ്കിൽ അവരുടെ ശക്തിയെ വില കുറച്ചാണ് അമേരിക്ക കണ്ടത്. അത് സൈനികപരമായിക്കോട്ടെ സാങ്കേതികപരമായിക്കോട്ടെ ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു ബോണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലും അമേരിക്കയ്ക്ക് കാഴ്ചപ്പാടുകളിൽ വലിയ വലിയ തെറ്റുകൾ സംഭവിച്ചു പോയി. അമേരിക്ക എപ്പോഴും കരുതിയത് ഈ ഒരു പ്രശ്നമുണ്ടാക്കി, ആഭ്യന്തര പ്രശ്നമുണ്ടാക്കി അതിനകത്തേക്ക് കയറാം, അതിനുശേഷം ഭരണം പിടിച്ചെടുക്കാം, തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിന്നെ ആ രാജ്യത്തെ നയിക്കാൻ സാധിക്കുമെന്നാണ്. പക്ഷെ അവിടെ തുടങ്ങിയ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെ ആദ്യത്തെ സമയത്ത് തന്നെ പരമോന്നത നേതാവ് അതിനെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് പറയുന്നിടത്ത് അമേരിക്കയ്ക്ക് ആദ്യത്തെ കണക്കുകൂട്ടൽ തെറ്റി. പിന്നീട് അങ്ങോട്ട് വന്ന യുദ്ധം ഒരിക്കലും അമേരിക്ക കരുതിയിട്ടില്ല ഇത്ര വലിയൊരു ആയുധ ശേഖരം ഇറാന്റെ പക്കൽ ഉണ്ടാകും എന്നുള്ളത്. കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയ ഒരു ചരിത്രം നമ്മൾ കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയം കൊണ്ട് ഇവർ സ്വന്തമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുകയായിരുന്നു, ഭൂഗർഭ അറകളിൽ മിസൈലുകൾ ശേഖരിക്കുകയായിരുന്നു, വലിയ വലിയ കവാടങ്ങൾ ഉപയോഗിച്ച് അതിനെ ക്ലോസ് ചെയ്ത് വളരെ സേഫ് ആയിട്ട് അവരുടെ ആയുധങ്ങളെ സൂക്ഷിക്കുകയായിരുന്നു എന്നും ഒരിക്കലും അമേരിക്ക കരുതിയില്ല. അതിനും അപ്പുറത്തേക്ക് ഇറാന്റെ സാങ്കേതിക വിദ്യയെ വില കുറച്ചു കണ്ട് അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഇറാന്റെ സാങ്കേതിക വിദ്യ വളർന്നിരുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു യുദ്ധത്തിന്റെ 3 മാസ കാലയളവിൽ ഇറാൻ ഇത്ര വേഗം തിരിച്ചു വരാൻ സാധിച്ചു എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള രാജ്യമായി മാറിയിരുന്നു ഇറാൻ. അപ്പൊ ആ ഒരുപക്ഷെ അമേരിക്കയാണ് ഇറാൻ ഇത്ര കണ്ട് വളർത്തിയത്. ഇത്ര കണ്ട് ഇറാൻ വളരാനുള്ള ഒരു കാരണം, ഒരു ശത്രു ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വളരണമെന്ന വാശിയും വീറും ഉണ്ടാവുക എന്ന് പറയും. അപ്പൊ അതുപോലെ തന്നെ അമേരിക്ക ഒരു കാരണവുമില്ലാത്ത ഒരു ശത്രുവായി മുന്നിൽ ചെന്ന് നിന്ന് ഇറാനെ വളർത്തുകയായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പൊ അമേരിക്ക കരുതിയത് ഓരോ ഉപരോധങ്ങളും ഇറാനെ തളർത്തുമെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇറാൻ വളരുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഈ അമേരിക്ക യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് അമേരിക്ക ഈ യുദ്ധം ചെയ്യാനായിട്ട് കുറച്ച് മിസൈലുകളും ഡ്രോണുകളും അവരുടെ പടക്കപ്പലുകളും ഇട്ട് അവിടെ പോയി ഇറാന്റെ തീരത്ത് നങ്കുരം ഇട്ട് ഒന്ന് പേടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ പത്തി മടർത്തും ഇറാൻ ഇവർക്കൊപ്പം നിൽക്കുമെന്ന് വിചാരിച്ചു. അതിനെന്തിനേറെ പറയുന്നു, അവിടുത്തെ കുട്ടികളെ കൊന്നതടക്കം ഈ ഒരു ഭാഗത്തിന്റെ രീതിയായിരുന്നു. പക്ഷെ അതിലൊന്നും അവർ വീണില്ല എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങൾ മാത്രമല്ല, അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അങ്ങേയറ്റം വലുതാണ്. കാരണം
ആയുധങ്ങളില്ല എങ്കിലും ഞങ്ങൾ നെഞ്ചു വിരിച്ച് നിൽക്കും, ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. മാത്രമല്ല ഇവർ ഈ മതപരമായിട്ടുള്ള വിശ്വാസം അവർക്ക് കുറച്ചുകൂടി കൂടുതലാണ്. അതെവിടെയാണ് എടുത്തു പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാനിലെ കുട്ടികൾ മരിച്ചു, കുഞ്ഞുങ്ങൾ മരിച്ചപ്പോഴും തിരിച്ച് വേണമെങ്കിൽ അമേരിക്കയിലെ സാധാരണക്കാർക്കിടയിലേക്ക് ഇറാൻ ഒരു യുദ്ധം തൊടുത്തുവിട്ട് അവിടുത്തെ അവരെ വകവരുത്താമായിരുന്നു. പക്ഷേ അവർ എപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു വിശ്വാസത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിശ്വാസങ്ങൾ എപ്പോഴും അവർ വില കൊടുക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ കൊല്ലുന്നതിനോടോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ആക്രമണം നടത്തുന്നതിനോടോ ഇറാൻ ഒട്ടും തന്നെ താല്പര്യപ്പെടുന്നില്ല. ഇത്രയും പ്രശ്നമുണ്ടായി. 3 മാസത്തോളം ഈ ഒരു യുദ്ധം നിലനിൽക്കുകയാണ്. ഒരു സാധാരണക്കാരൻ ഇറാന്റെ ആക്രമണത്തിൽ മരിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് ഇതുവരെ തന്നെ വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റ് അല്ലെങ്കിൽ അവിടെ നിന്നപ്പം അല്ലാതെ ഒരു സാധാരണക്കാര് താമസിക്കുന്ന ഇടങ്ങളിലേക്ക് മിസൈൽ ചെന്ന് പതിക്കുകയോ അങ്ങോട്ടേക്ക് തൊടുത്തു വിടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എയർബേസുകളിലേക്ക് തൊടുത്തുവിട്ടു, അതുപോലെ തന്നെ ഈ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തൊടുത്തുവിട്ടു. അതായത് ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് അതീതമായിട്ട് അവരൊന്നും പ്രവർത്തിക്കാറില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സ്വന്തം പരമാധികാരത്തെ കാത്ത് സംരക്ഷിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇറാന് മറ്റാരെയും ദ്രോഹിക്കണമെന്നൊരു ആഗ്രഹവും ഇല്ല. പക്ഷേ സ്വന്തം നിലനിൽപ്പിനെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, അടിക്കാൻ നിൽക്കണ്ട, അടിച്ചാൽ ഞങ്ങൾ തീരുമാനിക്കും ഇത് എന്ന് അവസാനിപ്പിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ അമേരിക്ക നെട്ടോട്ടോടാണ് ഇത് എങ്ങനെയൊന്ന് അവസാനിപ്പിക്കുമെന്നോർത്ത്. പക്ഷെ ഒരു മാർഗവും ഇല്ല. ഇനി ഇറാൻ തീരുമാനിക്കണം അതിനെ. ഇവിടെ ഈ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയുടെ അഹങ്കാരവും ഇറാന്റെ പ്രതിരോധവുമാണ്. അതായത് ഇറാന്റെ പ്രതിരോധം എന്ന് പറയുന്നത് 1, 2, 3 വർഷം കൊണ്ടുണ്ടായ ഒരു പ്രതിരോധമല്ല. ഈ യുദ്ധം കാലാകാലങ്ങളായിട്ട് കുഞ്ഞു കുട്ടികൾ, ഇപ്പോൾ ഒരു വയസ്സെത്തി നിൽക്കുന്ന ആളുകൾ വരെ ഈ ഒരു യുദ്ധത്തെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും കൊണ്ടും കൊടുത്തുമൊക്കെ വന്ന് എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ യുദ്ധങ്ങളെ കണ്ട് വളർന്നു വന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ ജനങ്ങൾക്ക് വളരെ വ്യക്തമാണ് ഈ യുദ്ധം എങ്ങനെയാണ്, യുദ്ധം എന്താണ് എന്നുള്ളത്. അതേസമയം അമേരിക്കയിൽ ജനങ്ങൾക്ക് അവിടെ ഈ ഒരു യുദ്ധത്തെ പറ്റി പറയുമ്പോൾ വളരെ ഭയമാണ് ഉണ്ടാകുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഭയമല്ല. അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ നേതാവോ മരിക്കുകയാണെങ്കിൽ അത് രക്തസാക്ഷിയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. മാത്രമല്ല അവർക്ക് ആ ഒരു ഭയമില്ല. ആ ഭയമില്ലാത്തടത്തോളം തന്നെ പ്രതിരോധിക്കുകയും ചെയ്യും. ഇനി അമേരിക്കയിലേക്ക് വരുവാണെങ്കിൽ ഈ അമേരിക്ക കണ്ടിട്ടില്ലാത്തത്രയും മിസൈൽ ശേഖരമുണ്ട്. ഈ ഒരു രാജ്യത്ത് 50 അടി താഴ്ചയിൽ ഒരു മിസൈൽ ശേഖരം തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ആ രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിയെ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരിക്കലും ആരും കണ്ടിട്ടില്ലാത്ത ഒരു 50 അടി താഴ്ചയിൽ മിസൈലുകളും ഡ്രോണുകളും അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി വെച്ചിരിക്കുന്നത്. കാരണം അവർക്ക് അറിയാം എന്തെങ്കിലും ഒരു നിമിഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇതൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഉറുമ്പ് ഒരു കൂട്ടിൽ ഭക്ഷണം ശേഖരിക്കുന്ന കണക്കാണ് അവരുടെ ആ മിസൈലുകൾ അവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കവാടങ്ങൾ തകർന്ന പല സൈനിക കേന്ദ്രങ്ങളിലും അവരുടെ മിസൈലുകൾ സുരക്ഷിതമായിട്ടിരിക്കുന്നു, അവരുടെ കവാടങ്ങൾ പുതുക്കി പണിയുന്നു. അവരെപ്പോഴും ഇങ്ങനെ ഒരു വർക്ക് ഹോളിക് ആയിട്ട് അത്തരം കാര്യങ്ങളുടെ നീക്കങ്ങളിലേക്ക് നടന്നുകൊണ്ടേയിരിക്കും. അതായത് ഫുഡ് ഈ ഉറുമ്പ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് പോലെ തന്നെ അവർക്ക് എന്തൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ മിസൈൽ ശേഖരണങ്ങൾ എങ്ങനെയാണോ എന്നുള്ളത് അവർ വളരെ കൃത്യമായിട്ട് കണക്ക് കൂട്ടി ഒന്നൊന്നായിട്ട് തന്നെ ശേഖരിക്കുകയും അതുപോലെ തന്നെ അത് പുതുക്കി പണിയുകയും ചെയ്യും. അത് അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. കാരണം അമേരിക്ക കൊണ്ടുവന്ന അയൺ ഡോമും അതുപോലെ തന്നെ F-50 യുദ്ധവിമാനങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ യുദ്ധത്തിൽ തകർന്നു പോയതിനു ശേഷം പിന്നീട് ബാക്കിലോട്ട് തിരിഞ്ഞ അമേരിക്കയ്ക്ക് യാതൊരു തരത്തിലുള്ള യുദ്ധോപകരണങ്ങളും ഇല്ല, മിസൈലില്ല, ജെറ്റ് വിമാനങ്ങളില്ല, അവിടുത്തെ സൈനികർ പോലും ഇല്ല. ഒന്നാമത്തെ കാര്യം അവിടുത്തെ സൈനികർ ഈ സമ്മർദ്ദത്തിലാണ്, അവരെ പീഡിപ്പിച്ചൊക്കെയാണ് ഈ ഒരു യുദ്ധത്തിലേക്ക് ഇറക്കി വിടുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ യാതൊരു ബാക്കപ്പും ഇല്ലാതാണ് അമേരിക്ക പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ ഇനി ഒരു 10-30 വർഷത്തേന് യുദ്ധം ചെയ്യാനുള്ള ഒരു ബാക്കപ്പ് അവർക്കുണ്ട്. അപ്പൊ ഈ ഒരു യുദ്ധത്തിൽ ഒരിക്കലും അമേരിക്കയ്ക്ക് ഇറാനെ തകർക്കാൻ കഴിയില്ല. പിന്നെ വിദ്യ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, അമേരിക്കയുടെ പക്കലുള്ള ആയുധങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് വില കൂടിയ ആയുധങ്ങൾ. അതെ. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. അമേരിക്ക ഒരു ആയുധം ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ഇറാൻ ഒരു 100 ആയുധം ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രയും ചിലവ് കുറഞ്ഞ രീതിയിൽ ആയുധങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ ആയുധങ്ങൾ നഷ്ടപ്പെട്ടാൽ പോലും ഇറാന് വലിയ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് ഒരായുധത്തിന് കേടുപാടുകൾ പറ്റിയാൽ അത് നന്നാക്കാൻ എടുക്കുന്ന തുക എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അത് അമേരിക്ക വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ഇറാൻ ബുദ്ധിപൂർവം ആ യുദ്ധത്തെ നേരിടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒടുവിൽ എത്തി നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം നേരിട്ട് ഒരു ആക്രമണത്തിന് ഇറാൻ തയ്യാറായില്ല. പകരം എന്ത് ചെയ്ത് നേരിട്ട് ആക്രമിക്കുന്നതിനെക്കാട്ടി വലിയ പ്രഹരം ഈ എയർബേസുകളിൽ, ഗൾഫ് മേഖലയിലെ ഈ അമേരിക്കയുടെ എയർബേസുകളിൽ കൊടുത്തു. അവിടെ അമേരിക്കയ്ക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് ചെറുതല്ല.
പല വാർത്തകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാനെ തകർത്തു, ഇറാനിൽ ഇത്ര പേര് മരിച്ചു, ഇറാന്റെ നേതാവ് മരിച്ചു, അങ്ങനെ ഇറാൻ ഫുള്ള് തീർന്നില്ലേ എന്നുള്ളത്. സത്യത്തിൽ ഈ വാർത്തയുടെ വാസ്തവം ആരും തന്നെ ഡീപ്പായിട്ട് നോക്കുകയും ചിന്തിക്കുകയും കാണുകയൊന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം അമേരിക്ക ഇറാന് നഷ്ടമുണ്ടായിട്ടില്ല എന്നുള്ളതല്ല, നേതാക്കളും മരിച്ചിട്ടുണ്ട്. അതെ, പക്ഷേ ഈ അമേരിക്കയുടെ അവസ്ഥ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. അമേരിക്ക മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എപ്പോഴും അമേരിക്കയ്ക്ക് ചുവട് പിടിച്ചിട്ടുള്ള വാർത്തകളാണ് എപ്പോഴും പ്രസിദ്ധീകരിക്കാറുള്ളത്. നമ്മൾ ഭൂരിഭാഗം പേരും വായിക്കുന്നതും അറിയുന്നതും അത്തരം മാധ്യമങ്ങളെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല വാർത്തകളുടെയും വാസ്തവം എന്താണ് എന്ന് പൊതുജനങ്ങളിലേക്ക് എത്തപ്പെടാതെ പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ അമേരിക്കയുടെ വാർത്തകൾ, അതായത് ഈ നഷ്ടങ്ങളും അതുപോലെ തന്നെ എല്ലാം വളരെ വ്യക്തമായിട്ട് ആരും തന്നെ പറയുന്നില്ല. അത്തരം പറയുന്ന കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇത് ഈ ജേർണലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഇറാനെ പറ്റിയിട്ടോ അമേരിക്കയെ പറ്റിയിട്ടോ. അത് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ അവിടുത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് വളരെ വ്യക്തമായിട്ടാണ് ആ ന്യൂസ് കൊടുക്കുന്നത്. അപ്പൊ പലരും അതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടാറൊക്കെ ഉണ്ട്, അതായത് ഇത്തരം വാർത്തകൾ തെറ്റാണ്, കാരണം അവിടെ അങ്ങനെയല്ല. കാരണം ഈ ഒരു വാർത്ത എന്ന് പറയുന്ന ചില മാധ്യമങ്ങൾ അവിടെ വെച്ച് അതങ്ങ് സ്റ്റോപ്പ്, അതിനെ ഡീപ്പായിട്ട് പിന്നീട് ഒരു അനലൈസ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. അമേരിക്കയെ പറ്റിയുള്ള വാർത്തകൾ സെൻസർ ചെയ്തതിനു ശേഷം മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. അതെ, അപ്പോൾ ഇറാൻ എപ്പോഴും സത്യസന്ധമായ വാർത്തകൾ, എന്ത് നഷ്ടം സംഭവിച്ചാലും ഞങ്ങൾക്കത് സംഭവിച്ചു എന്ന് നേരിൽ വന്ന് പറയുന്ന രാജ്യമാണ് ഇറാൻ. പക്ഷെ അമേരിക്ക അങ്ങനെയല്ല, 10 നാശം സംഭവിക്കുമ്പോൾ ഒരെണ്ണമാണ് പുറത്ത് പറയുന്നതും. അപ്പോൾ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അമേരിക്കയിലെ സൈനികർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരുടെ കുടുംബാംഗങ്ങളെ പോലും അറിയിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത്രയും നിഗൂഢമായിട്ടാണ് അമേരിക്ക കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ കുറച്ചുകൂടി ലിബറലാണ് അവിടെ ഇറാൻ എന്ന് തോന്നുന്നു. കൃത്യമായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇറാൻ തുറന്ന് കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു സത്യസന്ധമായ രീതിയിലാണ് യുദ്ധത്തെയും ഇറാൻ അഭിമുഖീകരിക്കുന്നത്. അതല്ലാതെ അവിടെ ഒരു ഒളിവോ ചതിവോ ഒന്നും ഇറാന്റെ ഭാഗത്തുനിന്നില്ല. പക്ഷേ ഇതെല്ലാത്തിലും അഗ്രഗണ്യനായ ട്രംപാണ് മറുവശത്ത്. ഒളിക്കാനും ചതിക്കാനും എന്തിനായാലും പറയുന്ന വാക്ക് മാറ്റി പറയാനും പറയുന്ന കാര്യങ്ങളെ അതൊന്നുമല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനും, അതെ, ആ രീതിയിലൊരു അപ്പുറത്തൊരു നേതാവ് ഉള്ളപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും വാർത്തകളിലും തെറ്റ് സംഭവിക്കും. എന്തായാലും വീണ്ടും എടുത്തു പറയാനുള്ളത്, ഈ യുദ്ധം ട്രംപിനെ കൊണ്ട് കൂട്ടില്ല എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഇറാന്റെ വാർത്തകൾ വരുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അത് തന്നെയാണ്, ഇറാൻ ജയിക്കുമോ അല്ലെങ്കിൽ ഇറാനെ പിടിച്ചെടുക്കും ട്രംപ് എന്നൊക്കെ പലരും പല രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന വാർത്ത അങ്ങനെ അത്ര പെട്ടെന്ന് ഇറാനെ പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന വലിയ നഷ്ടങ്ങളും അമേരിക്കയുടെ ബാക്കപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയുധങ്ങളുടെ കുറവൊക്കെ കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇനി ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. എവിടെയെങ്കിലും ആക്രമണങ്ങളൊക്കെ നടത്തിയേക്കാം, പക്ഷെ ഒരിക്കലും ഒരു കാരണവശാലും ഇറാനെ പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് പിടിച്ചെടുക്കാൻ സാധിക്കത്തില്ല.